ഇന്ത്യക്ക് മുകളിൽ ഒരു ഭീഷണിയുടെ സ്വരം ചൈന ഉയർത്തുമ്പോൾ അതിനെ നേരിടാൻ കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അതിന് മറുപടിയായിട്ട് 11,000 മെഗാവാട്ടിൻ്റെ സംപ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചൈനയുടെ പദ്ധതിക്ക് മറുപടിയായിട്ടാണ് അപ്പർ സിയാങ് ജില്ലകളിലായിട്ട് 11,000 മെഗാവാട്ട് ശേഷിയുള്ള അപ്പർ മൾട്ടി പവേഴ്സ് പ്രോജക്റ്റ് SUMP വേഗത്തിലാണ് ഇന്ത്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വികസന പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ട് ഇത് മാറുമെന്നുള്ളതാണ്. 1.5 ലക്ഷം കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണിത്. പ്രതിവർഷം ഏതാണ്ട് 47 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഈ പദ്ധതി നദിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വെറുതെ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി മാത്രമായിട്ടല്ല, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക നിയന്ത്രണവും തന്ത്രപരമായ സുരക്ഷയുമൊക്കെ ഇത് ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം യാർലോങ് സാങ്പോയിലെ നദി ഇന്ത്യയിൽ പ്രവേശിച്ചതിന് ശേഷം മറ്റൊരു കാര്യം കൂടി സ്വാഭാവികമായിട്ട് നിരീക്ഷകർ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് സ്വാഭാവികമാകുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു വമ്പൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ചൈനയെ അധികം വൈകാതെ മറികടക്കും എന്നുള്ളത് കൂടി പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വികസനത്തെ പൂർത്തീകരിക്കാനായിട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികാസവും ഏറ്റവും നിർണായകമാണ്. അത് സംഭവിക്കരുത് എന്നുള്ള നിലപാടിലാണ് ചൈന മുന്നോട്ട് പോകുന്നത്. അത് സംഭവിക്കാതിരിക്കണം, ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകാതിരിക്കണം, ഇന്ത്യയെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിയുമോ അതെല്ലാം ചെയ്യണം.